കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ചിറക്കടം യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് എ വിക്രമൻ നായർ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ചിറക്കടം യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടത്തി. കായംകുളം ഗവൺമെന്റ് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം ടൗൺ ബ്ലോക്ക് സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ ഉദ്ഘാടനം ചെയ്തു. അതാണല്ലോ നമ്മുടെ സമീപനം. നമ്മൾ 19%, രാമാശ്വാസം കിട്ടാനുണ്ട് എന്ന് പറയുമ്പോൾ ഇത് നേടിയെടുക്കാൻ വേണ്ടി ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന പ്രക്ഷോഭ സമരങ്ങളുടെ പങ്കാളിത്തം പറയാം. നമ്മൾ സ്വയം പരിശോധിക്കണം. ആരാ വരിക? പെൻഷൻകാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി കർഷക തൊഴിലാളികളോ കർഷകരോ വിദ്യാർത്ഥികളോ രംഗത്ത് വരുമോ? പിന്നെ ആരാ വരുന്നത്? ആരാ വരേണ്ടത്? മാത്രമല്ല, ഈ പെൻഷൻകാരെ കുറിച്ച്, ജീവനക്കാരെ കുറിച്ച് പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാടെന്നാൽ നമ്മൾ എപ്പോഴും ആലോചിക്കുന്നു. നമ്മൾ വളരെ മാന്യമായ സർക്കാർ ഓഫീസിൽ പണിയെടുക്കുമ്പോൾ, വളരെ മാന്യമായി ഉയർന്ന വേതനം കൈപ്പറ്റുമ്പോ, നമ്മൾ അന്ന് നടത്തിയ സേവനത്തിന്റെ ഭാഗമായി സേവനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങുന്ന നമ്മൾ ഇന്ന് പെൻഷൻകാരായി മാറിയിരിക്കുമ്പോ നമ്മളെ സംബന്ധിച്ച് പൊതുസമൂഹം എങ്ങനെ വിലയിരുത്തുന്നു എന്നത് കൂടി സ്വയം വിമർശനപരമായി ഓരോ പെൻഷൻകാരനും ആലോചിക്കേണ്ട സമയമാണിത്. യൂണിറ്റ് പ്രസിഡന്റ് എ വിക്രമൻ നായർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബി ഹരിലാൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് എ വിക്രമൻ നായർ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. KSSPU ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി കെ ഹരികുമാർ വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ലളിതാമ്മ, ടൗൺ ബ്ലോക്ക് ട്രഷറർ ഇസാക്ക കുഞ്ഞ്, ടൗൺ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ഷറഫുദ്ദീൻ കീരിക്കാട്, TK കൃപാനന്ദൻ, KR വിശ്വംഭരൻ, K ഉദയൻ, ജോർജ് കോശി, S ചന്ദ്രകുമാരിയമ്മ, വത്സലകുമാരി, P സീനത്ത്, PS കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.